ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം BJP CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കണ്ണൂരിൽ ഇപ്പോഴും വ്യാപകമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വി മുരളീധരൻ MPയുടെയും AN ഷംസീർ MLAയുടെയും വീടുകൾ ഉൾപ്പെടെ 10 ഇടങ്ങളിൽ ബോംബേറുണ്ടായി. വി മുരളീധരൻ MPയുടെ തലശ്ശേരി എരഞ്ഞോളി വാടിയിൽ പീടികയിലെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. ആക്രമണം നടക്കുമ്പോൾ MPയുടെ സഹോദരിയും ഭർത്താവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഷംസീറിന്റെയും മുൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയുടെയും വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായതിന് പിന്നാലെയാണ് മുരളീധരന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായത്. കണ്ണൂരിൽ വ്യാപകമായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. തലശ്ശേരിയിലെ CPM BJP നേതാക്കളുടെ വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. സംഘർഷബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ലീവുകളും ഓഫുകളും റദ്ദാക്കി മടങ്ങാൻ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ ചെറുതാഴത്ത് RSS കാര്യാലയത്തിന് തീയിട്ടു. കോഴിക്കോട് പേരാമ്പ്രയിൽ CPM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. മലയിൻകീഴ് സ്വകാര്യ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് 3 ബോംബുകൾ കണ്ടെടുത്തു. നെയ്യാറ്റിൻകരയിലെ CPM ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല പോലീസ് സ്റ്റേഷൻ പരിധിയിലും അടൂർ പന്തളം കൊടുമൺ സ്റ്റേഷൻ പരിധിയിലും 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് നിരവധി ആക്രമണങ്ങളാണ് കണ്ണൂരിൽ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളുടെ വീടുകൾ പോലും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.